ഒരു മഴത്തുള്ളി ഏത് കടലിലാണ് ചെന്ന് ചേരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ മഴത്തുള്ളിയല്ല, ആ മഴത്തുള്ളി വീണ കുന്നിന്റെ ചെരിവ. വയനാട്ടിലേക്ക് പേരിയച്ചോരം വഴി പോയിട്ടുണ്ടോ? അങ്ങനെ പോകുമ്പോൾ പോന്ന വഴിക്കെല്ലാം മയിലിനെ കാണാം. 28-ാം മൈല്, 29-ാം മൈല്, 32-ാം മൈല്. ആ 32-ാം മൈലെത്തിയ പിന്നെ കുന്നിന്റെ മോന്തായത്തിലെത്തി, പിന്നെ അങ്ങോട്ടുള്ള ചെരിവ. ഈ മോന്തായത്തിൽ ഒരു മഴത്തുള്ളി വന്നാൽ ആ മഴത്തുള്ളി വീഴുമ്പോ ഒരിളം കാറ്റ് ഇപ്പുറത്തോ അപ്പുറത്തോ വീണാൽ എന്താ സംഭവിക്കുക? ഇപ്പുറത്ത് വീണ മഴത്തുള്ളി ഒഴുകിയിട്ട് 28-ാം മൈല് സെമിനാരി വില്ല വന്ന് വെള്ളറ കോളനി വഴി ആ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തൂട്ട് നെടുമ്പളഞ്ചാല് പൂളക്കുട്ടി വഴി ഒഴുകിയിട്ട് അത് നേരെ തൊണ്ടി പാലത്തിന്റെ അടിയിലൂടെ, പേരാവൂർ പാലത്തിന്റെ അടിയിലൂടെ നേരെ കൊട്ടിയൂർ ബാവലിപ്പുഴയായി ചേർന്നിട്ട് ഓടക്കടവ് പുഴ വഴി ആറളം പുഴയായിട്ട് പാലപ്പുഴയും ചേടിച്ച് പിന്നെ ഇരിട്ടി പാലത്തിന്റെ മേലെ വെച്ച് കൂട്ടുപുഴയായി ചേർന്നിട്ട് പാലത്തിന്റെ അടിയിലൂടെ പടിയൂരിന്റെയും എടക്കാനത്തിന്റെയും മധ്യത്തിലൂടെ അത് പഴശ്ശി ഡാമും കടന്ന് ഇരിക്കൂർ മാമാനത്ത് അമ്പലത്തിന്റെയും നിലാമുറ്റം പള്ളിയുടെയും പിറകിലൂടെ ചേടിച്ചേരി കടവും മുനമ്പം കടവിൽ വെച്ച് ശ്രീകണ്ഠപുരം പുഴയായി ചേർന്നിട്ട് നനിച്ചേരി കടവും കടന്ന് പറശ്ശിക്കടവിന്റെ മുന്നിലൂടെ കാട്ടാമ്പള്ളി വഴി വളവട്ടണം പാലത്തിന്റെ അടിയിലൂടെ അങ്ങ് മാട്ടൂലിന്റെയും അഴീക്കൽ ഫെറിയുടെ ഇടയിൽ അറബിക്കടലിൽ ചേരും ഒരു തുള്ളി. എന്നാൽ ഈ കാറ്റ്, ഈ തുള്ളി വീഴുമ്പോ ഒരു ഇളം തെന്നൽ അപ്പുറത്താ വീണെങ്കിൽ ആ വെള്ളം ഒഴുകി ചന്ദനത്തോടാവും, തലപ്പുഴയാവും, ആലാറ്റിലാവും, പിന്നെ മഞ്ഞപ്പളുങ്കൻ മലയിലൂടെ, മാനന്തവാടിപ്പുഴയിലൂടെ, വള്ളിയൂർക്കാവിന്റെ മുന്നിലൂടെ, അത് കുറുവാദ്വീപിൽ വെച്ച് പനമരം പുഴയുമായി ചേർന്നിട്ട് പിന്നെ കബനി നദിയാകും. കബനി നദി മാവിലാന്തോട്, പഴശ്ശിരാജ വെടിയെ മരിച്ച മാവിലാന്തോടുമായി ചേർന്നിട്ട് കർണാടകത്തിലെത്തിയ കാവേരി നദിയാവും. മൈസൂര് കണ്ണമ്പാടി അണക്കെട്ടും കടന്നിട്ട് ഹൊസൂര് വഴി ഒഴുകിയിട്ട് തമിഴ്നാട്ടിലൂടെ കാവേരിപ്പൂം പട്ടണം എന്ന് പറയുന്ന തുറമുഖ പട്ടണത്തിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ചേരും ഒരു മഴത്തുള്ളി. ആ മഴത്തുള്ളിയല്ല തീരുമാനിച്ചത്, ആ കുന്നിന്റെ ചെരിവാൻ. നമ്മുടെ മക്കളുടെ മഹത്വം നിശ്ചയിച്ചത് നിങ്ങളാണ്. നിങ്ങളുടെ ഒരു തട്ട്, ഒരു നോക്ക്, ഒരു വാക്ക് ഒക്കെയാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് നിമിത്തമായത്. ഞാനൊരു കവിത വായിക്കാതെ കിടന്നുറങ്ങാറില്ല. എല്ലാ ദിവസവും ഒരു കവിത വായിക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ചിട്ടയാണ്. ആ ചിട്ടയ്ക്ക് കാരണക്കാരിയായത് LP സ്കൂൾ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് കവിത ചൊല്ലിത്തരുന്നത് കേട്ടാസ്വദിച്ച് പഠിക്കാറുള്ളത് കൊണ്ടാണ്. നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ രൂപപ്പെടുത്തിയത്. നിങ്ങളുടെ മക്കൾ ആരും തന്നെ ദുഷ്ടന്മാരായിട്ട് വന്നതല്ലല്ലോ. എല്ലാ കുട്ടിയും ജനിച്ചത്, ഞാൻ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനിട്ടത്, എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ ദൈവപുത്രന്മാരായിരുന്നു. പിന്നീട് അവർ ചെകുത്താന്റെ സന്തതികളായി പോകുന്നതിന് അവർ ഉത്തരവാദിയല്ല.